ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 2-3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഗണഗീതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരു ഷാൻ എന്ന വ്യക്തിയെ സംഘികൾ കൂടി മർദ്ദിച്ചത് നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഷാൻ ശശിധരൻ എന്നാണ്. ഈ ശശിധരനെ അവിടെ നിന്ന് ഒഴിവാക്കി ഷാനാക്കി, അവനെ മുസ്ലിമാക്കി, അവനെ സുഡാപ്പിയാക്കി. ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ഈ സംഘികൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുക. ഇതാണ് അവരുടെ സ്വഭാവം. ഈ തെറ്റ് ചെയ്തത് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറ്റ മുസ്ലിങ്ങളെ സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് പച്ചക്ക് വർഗീയത പറയുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യയുടെ പണം കൊണ്ട് സ്വന്തം കുടുംബത്തെ പോറ്റുന്ന ഇവൻ മുസ്ലിങ്ങളെ പച്ചക്ക് വർഗീയത പറയാം. ഇതിനെതിരെ ഒരു ഹിന്ദു സഹോദരൻ ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടി നമുക്ക് ആദ്യം ഒന്ന് അത് കണ്ടുവരാം. ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് കേസ് ഉണ്ടായാലും ആ കേസൊക്കെ മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടിടാൻ നോക്കുന്ന കുറച്ച് സംഘികളെയും കുറച്ച് ക്രിസംഘികളെയും കുറിച്ചാണ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു തെറ്റും ചെയ്യണ്ട, തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആ തെറ്റൊക്കെ മുസ്ലിങ്ങളുടെ തലയിൽ നമ്മുടെ സംഘികളും ക്രിസംഘികളും വളരെ മനോഹരമായി കൊണ്ടുപോയിടും. അങ്ങനെയുള്ള 2 വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോ 2 ദിവസം മുന്നേ തിരുവനന്തപുരത്ത് ഗണഗീതം തടസ്സപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളെ സംഘികളെല്ലാം കൂടി മർദ്ദിച്ചിരുന്നല്ലോ. ഷാൻ എന്നാണ് ആ മർദ്ദനമേറ്റ ആളുടെ പേര്. പക്ഷെ ഷാൻ മാത്രമല്ല, ഷാൻ ശശിധരൻ കൂടിയുണ്ട് ആ പേരിന്റെ കൂടെ. പക്ഷെ സംഘികൾ എന്താക്കി, ആ ശശിധരനെ അവിടെ നിന്ന് വെട്ടിമാറ്റിട്ട് ഷാൻ മാത്രമാക്കി, ഷാനിനെ മുസ്ലിമാക്കി, പിന്നെ സുഡാപ്പിയാക്കി. എന്നിട്ട് ആ സംഭവത്തെ, ആ പച്ച കള്ളത്തനെ ഒരു രാഹുൽ ആർ നായർ എന്നു പേരുള്ള ഒരു വേട്ടാവളിയൻ നാണവും മാനവും ഉളുപ്പുമില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു. ഞാൻ എന്തായാലും ആദ്യം തന്നെ രാഹുൽ ആർ നായർ എന്ന ആ വേട്ടാവളിയൻ ചെയ്ത വീഡിയോ കാണിച്ചില്ല. ഇതിന്റെ വേറെ രസം എന്താ അറിയാം? ഈ വേട്ടാവളിയൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ്. അതായത് മുസ്ലിങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടാണ് ഇവ മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളാക്കാൻ നോക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ആ വേട്ടാവളിയൻ രാഹുൽ ആർ നായരുടെ വീഡിയോ കാണാം. അതിനുശേഷം അവളുടെ മനോഹരമായ മറുപടി ഞാൻ കൊടുക്കാം. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ക്ഷേത്ര ഉത്സവത്തിനിടെ ഗണഗീതം പാടിയത് ചോദ്യം ചെയ്യാനായിട്ടെത്തിയ CPM നേതാവിന് RSS BJP പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. സൂപ്പർ, അത് പൊളിച്ചു. ചോദിച്ചു, അവർ മനസ്സറിഞ്ഞു കൊടുത്തു. ഉയർന്നു വാങ്ങിയതല്ലേ. അടികൊണ്ട സഖാവിന്റെ പേരും കൂടെ വെളിപ്പെടുത്തണം. സഖാവ് ഷാൻ. സഖാവ് ഷാനെ, താങ്കൾ പാർട്ടി ഓഫീസിലെ കാര്യവും അതുപോലെ AKG സെന്ററിൽ ആരെങ്കിലും പാടാൻ വന്നാലോ, അല്ലെ താങ്കളുടെ പള്ളികളിൽ ഈ പറഞ്ഞ ഗണഗീതം പാടാൻ വന്നാൽ താങ്കൾക്ക് തടയാനുള്ള അധികാരമുണ്ട്. ക്ഷേത്രങ്ങളിൽ എന്ത് പാടണം, എന്ത് നടത്തണമെന്ന് അവിടുത്തെ ഭരണസമിതിയും അതേപോലെ ഹൈന്ദവ വിശ്വാസികളും ഇവിടുത്തെ ഹിന്ദുക്കളും തീരുമാനിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ക്ഷേത്രത്തിൽ കയറി ഇതേവണക്ക് പട്ടി ഷോ കാണിക്കാൻ വന്ന ഇതായിരിക്കും അവസ്ഥ. നീ ഒന്നും പിന്നെ നേരെ നടന്ന് തിരിച്ച് വീട്ടിൽ പോകത്തില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യടാ? പരിപാടി കാണാൻ വന്നാൽ മാനുവായിട്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോക്കോണം. നീയൊക്കെ ഒരു അമ്പലം പൊളിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞ ടീമുകളാണ്. അതുകൊണ്ടൊക്കെ നിനക്കൊന്ന് അമ്പലവും ഇല്ല, ക്ഷേത്രവും ഇല്ല, ദൈവവും ഇല്ല, വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യം, ക്ഷേത്രത്തിൽ ഈ പട്ടി ഷോ കാണിക്കേണ്ട എന്ത് കാര്യമാണ് നിനക്കൊക്കെ ഉള്ളത്? ഇലക്ഷൻ വരുമല്ലേ? ഇനിയിപ്പോ ഇതേണക്കുള്ള കുറെ സുഡാപ്പികളെയൊക്കെ കൂട്ടുപിടിച്ച് ഈ CPMന്റെ ഒത്താശയോടെ ക്ഷേത്രങ്ങളിലോട്ട് ഇറക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. അതെല്ലാവർക്കും മനസ്സിലാവും. ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ ഹൈന്ദവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്. അപ്പം അവരത് പരിഹരിച്ചു. നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ AKG സെന്ററിലെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുക. ഉത്സവമാണ്, ഉത്സവ സീസണാണ്. ഇറങ്ങി പട്ടി ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരെ ജീവിതം നടന്ന് വീട്ടിൽ പോകത്തില്ല. ഇതായിരിക്കും അവസ്ഥ. ഓർത്താ നല്ലത്. ഞാനൊരു കാര്യം പറട്ടെ, ഇവനപ്പുറത്തെ വേട്ടാവളിയന്മാർക്ക് ചെറുതായി മാത്രം ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ സത്യം മനസ്സിലാവും. ഷാൻ മുസ്ലിമല്ല, ഷാൻ ഹിന്ദുവാണ്. ഷാന്റെ മുഴുവൻ പേര് ഷാൻ ശശിധരനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും അറിഞ്ഞുകൊണ്ടല്ലേ ഇവൻ ഈ പച്ച വർഗീയത എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാത്ത മുസ്ലിങ്ങളുടെ തലയിൽ ഇവൻ ആ കേസ് കൊണ്ടുപോയി ഇടുന്നത്. എന്നിട്ട് ഈ വേട്ടാവളിയാൻ പറയുന്നു വർഗീയത ഉണ്ടാക്കാൻ നോക്കാൻ പാടില്ല. പിന്നെ രാഹുൽ ആർ നായരെ നീ ഉണ്ടല്ലോ പറഞ്ഞില്ല ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ വേണ്ടി സംഘികളുണ്ടെന്ന്. ഹിന്ദുക്കളുടെ അട്ടിപ്പുറാവകാശം എപ്പോഴാണ് ആ സംഖ്യകൾ കൊടുത്തിട്ടുള്ളത്? സംഖ്യകളുണ്ടല്ല ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ വേണ്ടി എവിടെയും വരണ്ട കേട്ടാ. ഹിന്ദു ഉണ്ടല്ലോ ഒരു മുസ്ലിമിനെ വർഗീയവാദമായിട്ട് കാണാൻ നിൽക്കുന്നില്ല കേട്ടാ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ വേട്ടാവളിയുടെ മനസ്സിൽ എത്രമാത്രം മുസ്ലിം വിരുദ്ധതയാണുള്ളത്. ഈ മുസ്ലിം വിരോധം തലക്ക് വെച്ചിട്ടാണ് ഇപ്പൊ മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത്. അതും സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളുടെ കൂടിയാണ് മുസ്ലിം വിരോധം ഇത്രമാത്രം തലക്ക് പിടിച്ചിട്ട് ഈ വേട്ടാവളിയിൽ ജോലി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാണ്ടല്ല, കേരളത്തിലുള്ള സംഘികളെക്കാളും പേടിക്കേണ്ടത് ഇവനെപ്പോലെ മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇവനെപ്പോലുള്ള സംഘികളെയാണ്. ഉണ്ട ചോറിനോ ചെയ്ത് കിട്ടിയ ഉപകാരങ്ങൾക്കോ ഒരു നന്ദിയില്ലാത്ത ചാണക സംഘി മാത്രമാണ് ഈ രാഹുൽ ആർ നായർ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെല്ലുവിളി നടന്ന നിന്നോട് ഞാൻ ഒരു കാര്യം പറട്ടെ. കണ്ടില്ലേ ഹിന്ദു സഹോദരൻ കൊടുത്ത ചുട്ട മറുപടി?
ഇവനെതിരെ ഒരുപാട് ആളുകൾ ഇവനെ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കുക, മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കുക. ഇതപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുക്കണു. ആ വീഡിയോ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവനറിയാം സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് വർഗീയത പറഞ്ഞാൽ പണി കിട്ടുമെന്ന്. ഇപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോ ഇല്ല. ഇപ്പോൾ അവനത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു പുതിയ വീഡിയോയുമായി വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, ഞാൻ 2 ദിവസം മുമ്പോട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നടന്നൊരു വിഷയത്തെ പറ്റിയിട്ട്, ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയത് തടയാനെത്തിയ CPM പ്രവർത്തകരും അതുപോലെ BJP പ്രവർത്തകരും തമ്മിലുണ്ടായ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഒരു അറിവില്ലായ്മയുടെ പുറത്താണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതല്ല, അതിലൊരു സെൻറ്റൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്കൊരു അറിവില്ലായ്മയുടെ ഷാൻ ശശിധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എല്ലാവരെയും പോലെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഞാനും ഈ ന്യൂസ് കണ്ടത്. ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ് ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ ഞാൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് എടുത്ത് അതിൽ വർഗീയത തിരികാൻ പറ്റിയ അടിപൊളി ചാൻസ് ഉണ്ട്, അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി പല ആൾക്കാരും അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. എന്നാൽ ഒരു വ്യക്തി മാത്രം വളരെ മോശമായിട്ട് അതിൽ വർഗീയത തിരികാനുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അന്തസ്സായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നെ നല്ല അടിപൊളി ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ച് വർഗീയവാദിയാക്കി വീഡിയോ ചെയ്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടന്നിട്ടുമുണ്ട്, അത് റീച്ചായിട്ടുണ്ട് ആ വീഡിയോ. പല ഗ്രൂപ്പുകളിലും ആ വീഡിയോ കിടന്നപ്പോൾ കറങ്ങുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്, ഞാനതിൽ പറഞ്ഞത് സഖാവ് ഷാൻ ക്ഷേത്രത്തിൽ ഗണഗീതം പാടുന്നത് തടയണ്ട, മറിച്ച് പാർട്ടി ഓഫീസിൽ പാടാൻ വന്നാലോ പള്ളിയിൽ പാടാൻ വന്നാലോ താങ്കൾക്ക് തടയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൽ പള്ളി എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ട് വർഗീയത കുത്തിക്കയറ്റി ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ആ വീഡിയോ ആ ചെറ്റ ചെയ്തിട്ടുള്ളത്. ചെറ്റകൾക്ക് ചെറ്റത്തരം ചെയ്യാനേ കഴിയത്തുള്ളൂ, അത് സ്വാഭാവികം. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറേ കമൻറ്റുകൾ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം വർഗീയവാദിയാണ്, സൗദിയിലുണ്ട്, ഇവനെ അത് ചെയ്യണം, അവനെ കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. എന്ത് മനുഷ്യരാടോ, എന്ത് വർഗീയതയാണ് ഞാൻ പറഞ്ഞത്? അറിയാതെ അദ്ദേഹം ഹിന്ദുവാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഒരു വാക്ക്, ആ പള്ളി എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു പോയി. കുട്ടികൾ ആർക്കും പറ്റാം. ഒരു നാട്ടിൽ നടന്നൊരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ ഇവിടെ അതിനെപ്പറ്റി സംസാരിച്ചൊരു വീഡിയോ ചെയ്തപ്പം മനുഷ്യരുടെ മനസ്സിലേ അവനെ എങ്ങനെയെങ്കിലും സൗദിയിൽ കൊടുക്കണം, എളുപ്പമല്ലേ? എന്തും മനുഷ്യരാടോ. പിന്നെ ആ ചെറ്റ അതിനകത്ത് പറയുന്നുണ്ട്, ഈ സൗദിയിലെ ചോറല്ലേ തിന്നണേ, അതിൻ്റെ നന്ദി കാണിച്ചുകൂടെ എന്നൊക്കെ. എടാ നാറി, സൗദിയിലെ ചോറ് 1-2 വർഷം കൊണ്ടല്ല, 8-9 വർഷമായി ഞാൻ സൗദിയിൽ. അന്തസ്സായിട്ട് അഭിമാനത്തോട് തന്നെ പറയും, സൗദി പണിയെടുത്ത് സൗദിയിലെ ചോറ് തന്നെ തിന്നണേ 8-9 വർഷം കൊണ്ട്. മനസ്സിലായില്ലേ? പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന്. ഞാൻ ഇന്നലെ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല. ഏതാണ്ട് 5-6 വർഷം കൊണ്ട് ഞാൻ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ വർഗീയത പറയുന്ന ഒരാളല്ല. ഞാൻ ഒരു മതത്തെ പറ്റിയോ ഒരു ജാതിയെ പറ്റിയോ ഇന്ന് വരെ അധിക്ഷേപിച്ചോ മോശമാക്കിയോ ഞാൻ സംസാരിച്ച് വീഡിയോ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യത്തുമില്ല. അതെൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. എങ്കിലും കുറച്ച് എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ ഒരു വീഡിയോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ പറഞ്ഞത്. എനിക്കത് അതിൻ്റെ വാസ്തവം എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ആ ന്യൂസ് കണ്ട് ഞാൻ CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെയാണ് ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത്. ഓക്കെ, രാഷ്ട്രീയപരമായിട്ടാണ്, ഒരിക്കലും മതപരമായിട്ടല്ല. ഞാൻ ഇതുവരെ മതപരമായിട്ട് ഉള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, എന്നിട്ട് ചെയ്യത്തുമില്ല. അത് എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം. എങ്കിലും കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ എല്ലാ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളോടും ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതൊരു തെറ്റിദ്ധാരണ പുറത്ത് പറ്റിയതാണ്. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ ചങ്ങായിമാരെ, ഇതാണ് സംഘികളുടെയും ക്രിസംഘികളുടെയൊക്കെ അവസ്ഥ. എന്ത് തെറ്റ് ആര് ചെയ്താലും അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുക. കഷ്ടം, ചാണകം തിന്നുന്ന സംഘികളുടെയൊക്കെ അവസ്ഥ.